ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 16 ഒരു മത്സരമാണ്. 2 മത്സരമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. വളരെ ആരാധകർ കാത്തിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു മത്സരങ്ങൾ? ഫസ്റ്റ് വരുന്നത് ബ്രസീൽ വേഴ്സസ് നോർവേയുടെ മാച്ച് ആയിരുന്നു. അതിലെല്ലാവരും കാത്തിരുന്ന ഒരു മാച്ച് ആയിരുന്നു. ബ്രസീൽ ആരാധകരായാലും നോർവേ ആരാധകരായാലും ഒരുപാട് കാത്തിരുന്ന ഒരു മാച്ച് ആയിരുന്നു. പക്ഷെ അതിൽ ബ്രസീൽ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ 2-1 എന്നുള്ള സ്കോറിലേക്കാണ് ബ്രസീൽ വേഴ്സസ് നോർവേയുടെ മാച്ച് അവസാനിച്ചത്. പിന്നെ വരുന്നത് മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ടിന്റെ മാച്ച് ആയിരുന്നു. അതിൽ ഇംഗ്ലണ്ട് 3 മെക്സിക്കോ 2 എന്നുള്ളൊരു സ്കോറിലേക്കാണ് ആ ഒരു കളി അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് നോക്കിയാലും കഴിഞ്ഞൊരു ദിവസം ബ്രസീൽ ആരാധകർക്ക് വളരെ നിരാശ കൊടുത്തൊരു ദിവസമായിരുന്നു എന്ന് പറയേണ്ടി വരും. നെയ്മർ ആയാലും എല്ലാവർക്കും ഒരു നിരാശ കൊടുത്തൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ നമുക്ക് നേരെ മാച്ചസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് മാച്ച് വരുന്നത് ബ്രസീൽ വേഴ്സസ് നോർവേ ആണ്. 1-2 എന്നതായിരുന്നു അവരുടെ ഗോൾ റേറ്റ്. ബ്രസീൽ തോൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. നോർവേയുടെയും ഹാളൻഡിന്റെയും വമ്പൻ ഒരു വിജയം തന്നെയായിരുന്നു നമ്മൾ ആ ഒരു മത്സരത്തിൽ കണ്ടത്. അപ്പോൾ ഏതൊക്കെ സമയത്തായിരുന്നു നമുക്ക് ഗോൾ അടിച്ചതെന്ന് നോക്കാം. 79ാമത്തെ മിനിറ്റിലും 90ാമത്തെ മിനിറ്റിലും അടുപ്പിച്ചായിരുന്നു നമ്മുടെ ഹാളൻഡിന്റെ 2 ഗോള് വരുന്നത്. നമ്മുടെ ഹാളൻഡിന്റെ ഒരു ഹെഡർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കോടിക്കണക്കിന് ബ്രസീൽ ആരാധകരുടെ നെഞ്ചം തുളച്ചുകൊണ്ടായിരുന്നു ഹാളൻഡിന്റെ ആ ഒരു ഹെഡറും പിന്നെ 90ാം മിനിറ്റിലെ ഒരു ഗോളൊക്കെ കൂടി വരുന്നത്. ഒരുപാട് നമ്മൾ കാത്തിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു. ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു. കാരണം നോർവേയിൽ നിന്ന് ഹാളൻഡും ബ്രസീലിൽ നിന്ന് നെയ്മറും ഇറങ്ങുന്ന ഒരു മത്സരം, അത് എത്രത്തോളം ജനങ്ങൾ കാത്തിരിക്കുന്നത് പറയാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത്രയും അടിപൊളി മത്സരമായിരുന്നു നടന്നത്. എന്താ പറയാ, ബ്രസീൽ വീണ്ടും പരാജയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമ്മൾ എന്തുകൊണ്ട് നെയ്മർ ഇറങ്ങുന്നില്ല എന്നൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബ്രസീൽ ഇറങ്ങിയപ്പോൾ നമ്മൾ എല്ലാ ആരാധകരും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നെയ്മർ ഇറങ്ങിയ ഒരു മത്സരം കൂടിയായിരുന്നു നടന്നത്. കഴിഞ്ഞ ദിവസത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രസീൽ കുറച്ചൊന്ന് താഴോട്ട് പോയി. അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈലും ആ ഒരു രീതി നല്ല രീതിയിൽ അവർക്ക് കളിക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു ഗംഭീര മാച്ച് എന്ന് പറയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ജപ്പാന്റെ കൂടെ കളിച്ച അത്ര ഒരു ലെവലിലൊന്നും എന്തായാലും നോർവേയുടെ കൂടെ ബ്രസീൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ആ ഒരു പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ പോലും ഒരു പെനൽറ്റി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 14ാമത്തെ മിനിറ്റിലാണ് മാത്യൂസ് ക്യൂനേന് ഫൗൾ ചെയ്ത് വീഴ്ത്തുകയും അതൊരു പെനൽറ്റി ഷോട്ടിന് അനുവദിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അതും ഇവർക്ക് ഭാഗ്യമില്ലാത്തൊരു ദിവസം എന്ന് പറയേണ്ടി വരും. ബ്രൂണോ ഗാമറസ് അത് അടിക്കുകയും പിന്നെ അതൊരു പെനൽറ്റി ഷൂട്ട് കിട്ടാത്തൊരു സാഹചര്യം വരികയും ചെയ്തു. മേ ബി ആ ഒരു ഷോട്ട് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ലീഡ് പിടിച്ചു കഴിഞ്ഞാൽ അതൊരു കോൺഫിഡൻസ് ലെവൽ ഉയർത്താനും പിന്നെ അങ്ങോട്ട് അവർ ആ ഒരു ലീഡ് നിലനിർത്താനും ശ്രമിച്ചിരുന്നേനെ. പിന്നെ വരുന്നത് ലാസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ഒരു പെനൽറ്റി ഷോട്ട് കിട്ടി. അതിൽ നെയ്മർ ആണ് ആ ഒരു ഗോൾ അടിക്കുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ നെയ്മറിന്റെ ഫസ്റ്റ് ഗോളാണ് 2026 ഫസ്റ്റ് ഗോളും. അതുപോലെ ഇനി റിട്ടയർ ആവോ അല്ലയോ എന്ന് അറിയില്ല. അപ്പൊ പിന്നെ അത് ലാസ്റ്റ് ഗോളായിട്ടും കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് 2026 എന്തായാലും ലാസ്റ്റ് ഗോളാണ്. അപ്പൊ എന്തുകൊണ്ട് നോക്കിയാലും ബ്രസീൽ കഴിഞ്ഞ ദിവസം കുറച്ചൊന്ന് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. മറിച്ച് നമ്മൾ നോർവേനെ എടുത്ത് പറയേണ്ടതാണ്. ഹാളൻഡിനെ നമ്മൾ അത്രയും എടുത്തു പറയേണ്ട ഒരു ഗെയിം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ ഒരു തക്കം നോക്കി അടിക്കുന്ന ഒരു സാഹചര്യം. ലാസ്റ്റ് ഗോൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു ഗോള് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ബ്രസീലിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ്. ഒരു ഡിഫൻസീവ് സൈഡ് ശരിയായില്ല, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാത്യൂസ് ക്യൂനനെ മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എൻട്രിക്ക് കയറിയപ്പം ഒരു സമനില നിൽക്കുമ്പോൾ, അതായത് 0-0 എന്നുള്ള സമനില നിൽക്കുമ്പോഴാണ് എൻട്രിക്കിന്റെ എൻട്രി. അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം എൻട്രിക്ക് പല ഗെയിമിലും അതിന്റെ ഗെയിം മാറ്റാൻ അല്ലെങ്കിൽ ഗെയിമിന്റെ ദിശ മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അപ്പം ആളെ കൊണ്ടും ആ ഒരു ഗംഭീര പ്രകടനം നടത്താൻ പറ്റിയിട്ടില്ല. ഒരുപാട് പാസുകൾ കൊടുത്തെങ്കിലും നല്ലൊരു ഷോട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് 2 ഗോളീസിനെയും എടുത്തു പറയണം. നോർവേയുടെ ഗോൾ കീപ്പർ ആയാലും ബ്രസീലിന്റെ ഗോൾ കീപ്പർ ആയാലും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗോള് ഹാഫ് ടൈമിൽ 0-0 എന്നുള്ളൊരു നിലയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിലും ബ്രസീൽ ആരാധകർക്ക് വളരെ നിരാശ കൊടുക്കുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. നെയ്മർ ആണെങ്കിലും ഒരുപാട് വിഷമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു അഗ്രസീവായിട്ടുള്ള നെയ്മറിനെയും കൂടിയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മേ ബി ആ ഒരു ഇതിന്റെ ഒരു ഇത് കൊണ്ടായിരിക്കാം ലാസ്റ്റ് പിന്നെ 2 ടീമുകൾ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിലും അങ്ങനെ ബ്രസീൽ ആരാധകർക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുകയാണ്. ഇനി ബ്രസീൽ വേൾഡ് കപ്പിൽ ഇല്ല. അതുപോലെ നോർവേ നെക്സ്റ്റ് ലെവലിലേക്ക് കയറാണ്. അതായത് ക്വാർട്ടറിലേക്ക് നോർവേ എൻ്റർ ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ഈ ബ്രസീൽ വേഴ്സസ് നോർവേയുടെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കൗണ്ടർ അറ്റാക്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബ്രസീലിന് ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ക്യൂനി ആണെങ്കിലും മാർട്ടിനെല്ലി ആണെങ്കിലും അതൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസരമാണ്. നന്നായി കളിച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സമനിലയെങ്കിലും പിടിക്കേണ്ട ഒരു മത്സരമായിരുന്നു അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. മാത്രമല്ല ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നെയ്മർ ജൂനിയറിനെ കുറിച്ചാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലോകകപ്പിൽ 2026 ഫിഫ വേൾഡ് കപ്പിലെ ഫസ്റ്റ് ഗോളും ലാസ്റ്റ് ഗോളും അതൊരു ഗോളായിട്ട് മാറിയതിൻ്റെ ഒരു അവസ്ഥയാണ്. ആദ്യത്തെ ഒരു ഗോൾ അടിച്ചത് തന്നെ അവസാനത്തെ ഗോളായി മാറിയത് ഒരു വളരെയധികം ബ്രസീൽ ഫാൻസിനാണെങ്കിലും വേൾഡ് കപ്പ് കാണാതിരിക്കുന്ന ഏതൊരു ആരാധകർക്കാണെന്നുണ്ടെങ്കിലും വിഷമം വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ, അയാൾ എന്തുകൊണ്ട് ഇറങ്ങണില്ല എന്നായിരുന്നു ഇത്രയും നാൾ നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. അയാൾ ഇറങ്ങി കളിച്ച ഒരു കളിയിൽ ആ ഒരു ഗോളിലാണ് ബ്രസീലിൻ്റെ ആശ്വാസ ഗോൾ കണ്ടെത്തിയതെന്നുണ്ടെങ്കിലും അത് അവസാനത്തെ ഗോളായി മാറിയത് ഒരുപാട് ഫുട്ബോൾ പ്രേമികൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു സാഹചര്യം കൂടിയായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ഹാളൻഡിന്റെ ഈ ലോകകപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഗോളാണ് നോർവേ വേഴ്സസ് ബ്രസീൽ ഗെയിമിൽ ഉണ്ടായിരുന്നത്. ഇതോടുകൂടി ഹാളൻഡിന്റെ 7ാമത്തെ ഗോളാണ് 2026 ഫിഫ വേൾഡ് കപ്പിലെ 7ാമത്തെ ഗോളാണ് ഹാളൻഡ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 7 ഗോളിന്റെ ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ 3 പേരാണ് അതായത് നമ്മുടെ ഗോൾഡൻ ബൂട്ടിനായിട്ട് മത്സരിക്കുന്നത്, എംബാപ്പെ, ഹാളൻഡ് ആൻഡ് മെസ്സി. അപ്പൊ 3 ആൾക്കും 7 ഗോളുകൾ വീതമാണ് ഈ വേൾഡ് കപ്പിൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള ഒരു മത്സരം കൂടിയും അരങ്ങേറാണ്. അപ്പം മുമ്പത്തെ വേൾഡ് കപ്പിലൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവാർക്കായിരിക്കും, കാരണം ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ വേൾഡ് കപ്പിൽ അങ്ങനെയല്ല, എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആർക്കാണ് ഈ ഒരു വർഷത്തെ ഗോൾഡൻ ബൂട്ട് കിട്ടുക എന്നുള്ളതും വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. പിന്നെ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൊത്തം 6 തവണയാണ് ബ്രസീലും നോർവേയും അന്താരാഷ്ട്ര ഫുട്ബോളിന് വേണ്ടി ഒരുമിച്ച് മത്സരിക്കുന്നത്. ആ ഒരുമിച്ച് മത്സരിച്ച ഒരു മത്സരത്തിൽ പോലും ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ചരിത്രം ആവർത്തിക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. എന്തുകൊണ്ടാണ് ബ്രസീലിന് നോർവേ ഇതുവരെ ഇത്രയും ചാമ്പ്യന്മാരായ വമ്പൻ ടീമിന് എന്തുകൊണ്ടാണ് നോർവേ പോലുള്ള ഒരു ടീമിനെ മറിച്ചിടാൻ കഴിയാത്തത് എന്നത് വളരെയധികം ചോദിച്ച ഒരു ഇൻസിഡന്റ് കൂടിയായിരുന്നു കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മൾ കണ്ടത്. അതേ ചരിത്രം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ബ്രസീൽ ഇത്തവണ 2026 ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്ന ഒരു വലിയൊരു വിഷമം നിറഞ്ഞൊരു വാർത്തയാണ് നമ്മളെല്ലാവരും ഈ ഒരു ദിവസം പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് മത്സരം വരുന്നത് നമ്മുടെ മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് ആണ്. 2-3 എന്നായിരുന്നു അവരുടെ ഗോൾ റേറ്റ് വരുന്നത്. 2-നെതിരെ 3 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിന്റെ വലിയൊരു വിജയമാണ് നമ്മളെല്ലാവരും കണ്ടത്. ഫസ്റ്റ് മെക്സിക്കോ നല്ല രീതിയിൽ മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റങ്ങളായിരുന്നു കണ്ടത്. അങ്ങനെയാണ് അവർക്ക് ആ ഒരു വിജയ ഗോൾ അല്ലെങ്കിൽ അവർക്കൊരു വിജയത്തിലേക്ക് സാധിച്ചിട്ടുള്ളത് ആ ഒരു മുന്നേറ്റത്തിലൂടെ തന്നെയായിരുന്നു. അപ്പൊ ഇംഗ്ലണ്ടിന്റെ ഫസ്റ്റ് ഗോൾ വരുന്നത് 36ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗം ആണ്. ഇംഗ്ലണ്ടിന്റെ താരം, നമുക്കറിയാം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ജൂഡ് ബെല്ലിംഗം. ജൂഡ് ബെല്ലിംഗത്തിന്റെ ഭാഗത്തു നിന്നാണ് 36ാമത്തെ മിനിറ്റിൽ ഫസ്റ്റ് ഗോൾ വരുന്നത്. പക്ഷെ അതിന് തൊട്ട് പിന്നാലെ തന്നെയായിട്ട് 38ാമത്തെ മിനിറ്റിൽ വീണ്ടും ബെല്ലിംഗം ഇംഗ്ലണ്ടിനായിട്ട് വീണ്ടും ഒരു ഗോൾ നേടിക്കൊടുത്ത് അതൊരു ലീഡിലേക്ക് 2-0 എന്നുള്ള ഒരു ലീഡിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ച കണ്ടു. എന്നാൽ 42ാമത്തെ മിനിറ്റിലാണ് ക്വിനിനോസ് എന്ന് പറയുന്ന മെക്സിക്കോ താരം ഒരു ഗോള് മെക്സിക്കോയ്ക്ക് വേണ്ടി ഒരു ഗോള് നേടിക്കൊടുക്കുന്നത്. അങ്ങനെയാണ് അതൊരു 2-1 എന്നൊരു സ്കോറിലേക്ക് മാറി ഫസ്റ്റ് ഹാഫില്. പിന്നെ വരുന്നത് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിന്. ക്വാൻസ എന്ന് പറയുന്ന താരത്തിന് 54ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടുന്ന ഒരു കാഴ്ച ഉണ്ട്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഹാഫിൽ 10 പേര് വെച്ചിട്ടാണ് ഇംഗ്ലണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും 60ാമത്തെ മിനിറ്റിൽ ഇംഗ്ലണ്ടിന് ഒരു പെനൽറ്റി ഷൂട്ട് കിട്ടുകയും അത് ഹാരിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും അതൊരു പെനൽറ്റി ഷോട്ട് അവർക്ക് ഒരു വിജയ ഗോളായിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 69ാമത്തെ മിനിറ്റില് മെക്സിക്കോയ്ക്കും ഒരു പെനൽറ്റി കിട്ടുന്നുണ്ടായിരുന്നു. ജിമിനസ് എന്ന് പറയുന്ന പ്ലെയർ ആണ് പെനൽറ്റി ഷൂട്ട് വഴി മെക്സിക്കോയ്ക്ക് 2 ഗോള്. അങ്ങനെയാണ് ആ മെക്സിക്കോ 2 ഇംഗ്ലണ്ട് 3 എന്നുള്ള നിലയിൽ വന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട താരങ്ങൾ തന്നെയാണ് ബെല്ലിംഗും ഹാരിക്കെയിനും. നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ വമ്പൻ താരനിരയിൽ നിൽക്കുന്ന 2 താരങ്ങളാണ് ബെല്ലിംഗും അതുപോലെ ഹാരിക്കെയിനും. അവരുടെ 2 ഗോളുകൾ അല്ലെങ്കിൽ ബെല്ലിംഗത്തിന്റെ 2 ഗോളും ഹാരിക്കെയിന്റെ 1 ഗോളും വെച്ചിട്ടാണ് അവരുടെ ഒരു വിജയം അവർ കൈവച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇംഗ്ലണ്ട് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ടിന്റെ മാച്ച് എന്ന് പറയുകയാണെങ്കിൽ.
പിന്നെ ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു നായകൻ തന്നെയായിരുന്നു ബെല്ലിംഗം. ബെല്ലിംഗത്തിന്റെ ഗോള് വരുന്നത് 1.5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ 38 മിനിറ്റിൽ 1.5 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ആ 2 ഗോളുകൾ, ഇരട്ട ഗോളുകൾ ബെല്ലിംഗത്തിന്റെ പിറക്കുന്നത്. മാത്രമല്ല ക്യാപ്റ്റൻ ഹാരിക്കെയിന്റെ വളരെ മികച്ച ഒരു പെനാൽറ്റിയിലൂടെ അവർ ഇംഗ്ലണ്ടിന്റെ ആ ഒരു ലീഡ് പിടിച്ചു ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. ഇനി നോർവേ ആയിട്ടാണ് ഇംഗ്ലണ്ട് അടുത്ത മത്സരത്തിൽ വരുന്നത്. നമ്മുടെ മെക്സിക്കോ ഇംഗ്ലണ്ട് മാച്ചിൽ ജയിച്ച ഇംഗ്ലണ്ടും ബ്രസീൽ നോർവേ മാച്ചിൽ ജയിച്ച നോർവേയും തമ്മിലാണ് അടുത്ത മത്സരം വരുന്നത്. അപ്പൊ എന്താകും നമുക്കറിയില്ല. ഹാരിക്കെയിനും അതുപോലെ തന്നെ നോർവേയുടെ ഹാലൻഡും എല്ലാവരും ഒന്നിക്കുന്ന ഒരു മറ്റൊരു മത്സരം കൂടിയാണ് ഇനി ഫിഫ വേൾഡ് കപ്പിൽ കാത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ് ഇനി അടുത്ത ദിവസത്തെ മത്സരങ്ങൾ? അപ്പൊ അടുത്ത മാച്ചസ് നോക്കുകയാണെങ്കിൽ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മാച്ചാണ് പോർച്ചുഗൽ വേഴ്സസ് സ്പെയിനിന്റെ മാച്ചാണ്. അതായത് റൊണാൾഡോ വേഴ്സസ് ലമീൻ യമാൽ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റിന് നാളെ ഒരു ആൻസർ കിട്ടും എന്നുള്ള ഒരു മാച്ചാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ രാവിലെ 12:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 12:30 പോർച്ചുഗൽ വേഴ്സസ് സ്പെയിനിന്റെ മാച്ച് നടക്കുന്നത്. അതുപോലെ രാവിലെ 5:30 USA വേഴ്സസ് ബെൽജിയത്തിന്റെ മാച്ച്. അതും നല്ലൊരു കിടിലൻ മാച്ച് തന്നെ ആയിരിക്കും. രണ്ടും നല്ല വമ്പൻ ടീമാണ്. പിന്നെ വരുന്നത് വീണ്ടും കാത്തിരിക്കുന്ന അർജന്റീന വേഴ്സസ് ഈജിപ്റ്റ് മാച്ചാണ്. രാത്രി 9:30 അർജന്റീന വേഴ്സസ് ഈജിപ്റ്റിന്റെ മാച്ച് വരുന്നത്. അപ്പൊ ആരൊക്കെ നെക്സ്റ്റ് ക്വാർട്ടറിലേക്ക് കടക്കും അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽസിലേക്ക് ആരൊക്കെയാണ് എൻ്റർ ചെയ്യുന്നത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അപ്പം എല്ലാ ആരാധകരും ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു മാച്ച് തന്നെയാണ് പോർച്ചുഗൽ വേഴ്സസ് സ്പെയിനിന്റെ മാച്ച്. അതിൽ ആരാണ് നെക്സ്റ്റ് ലെവലിലേക്ക് കയറുന്നത് എന്ന് നോക്കാം. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം.